നമസ്കാരം. CPO അല്ലെങ്കിൽ വിമൻ CPO എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത്. ഏകദേശം 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ ഒരു 20 ക്വസ്റ്റ്യൻസിൻ്റെയും വെയിറ്റേജ് വന്നിരിക്കുന്നത് സ്പെഷ്യൽ ടോപ്പിക്സ് എന്നാണ്. അപ്പോൾ ഈ സ്പെഷ്യൽ ടോപ്പിക്സ് എങ്ങനെ ഈസി ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് പോക്സോ ആക്ട് വരുന്നുണ്ട്, NDPS ആക്ട് വരുന്നുണ്ട്, അതുപോലെ BNS, BNSS, BSA ഇത്രയും കാര്യങ്ങൾ ഇതിൽ കൂടുതലും വരുന്നുണ്ട്. കാരണം മറ്റേ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു വാസ്റ്റ് സിലബസ് ആണ്. പെട്ടെന്ന് നമ്മളിതെടുത്ത് പഠിക്കാൻ നോക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഐഡിയ കിട്ടത്തില്ല, എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു ഐഡിയ കിട്ടത്തില്ല. സോ അതിന് വേണ്ടിയിട്ട് തന്നെ ഈ 20 മാർക്സിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എത്ര ക്വസ്റ്റ്യൻസ് വിധം ചോദിക്കും എന്നുള്ള രീതിയിൽ വെയിറ്റേജ് പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ആ ഒരു ഡിവിഷൻ വെച്ച് പഠിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മാറാനായിട്ട് സാധിക്കും. സോ ഈ ഒരു 100 മാർക്സിൽ നമ്മൾ ആദ്യം സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ച് തീർക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ആദ്യം ഈ സ്പെഷ്യൽ ടോപ്പിക്കിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നോക്കാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ BSAയോ BNSSോ BNSO ഒക്കെ എടുത്ത് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് തീരത്തില്ല. കാരണം ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കത്തിട്ട് നമ്മുടെ കോൺഫിഡൻസ് മുഴുവൻ അവിടെ തന്നെ പോകും. സോ ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ 2 മാർക്കിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു തീർക്കുക എന്നുള്ളതാണ്. 2 മാർക്കിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ IT ആക്ട്, പോക്സോ ആക്ട്, NDPS ആക്ട്, RTI ആക്ട്, പിന്നെ കേരള പോലീസ് ആക്ട്, ഇത്രയും കാര്യങ്ങൾ പഠിച്ച് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനും പറ്റും. നമുക്ക് ഒരു തരത്തിലുള്ള കോൺഫിഡൻസും വരും. അതുമാത്രമല്ല ഇത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ്. ഇത്രയും പഠിച്ച് സെറ്റാക്കിയിട്ട് മാത്രം നമ്മൾ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന BSAയിലേക്കും BNSലേക്കും BNSSലേക്കും പോവുക. കാരണം അതിലും നമ്മൾ കൂടുതലായിട്ട് ഈ സെക്ഷൻസിനെക്കാളും ഉപരി കോൺസെപ്റ്റ് മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത്. സോ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. സോ എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക്, ഞാൻ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ടാലൻറ്റ് അക്കാഡമിയുടെ CPO വിമൻ CPOയുടെ ബുക്കാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ബുക്ക് മാത്രം മതി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴൊക്കെ ഇരുന്ന് വായിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് മനസ്സിലാക്കാനും കവർ ചെയ്യാനും പറ്റുന്ന ഒരു കാര്യം മാത്രമാണ് സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത്. സോ അത് കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് നമ്മൾ പഠിച്ചു പോകേണ്ടത്. സോ അപ്പോൾ ഈ ഒരു ചാനലിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്കറിയാവുന്ന സ്പെഷ്യൽ ടോപ്പിക് അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന രീതി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക, അങ്ങനെ സ്പെഷ്യൽ ടോപ്പിക്ക് കവർ ചെയ്ത് പോകാന്നുള്ള ഒരു കമ്പൈൻ സ്റ്റഡി എന്നുള്ളൊരു മോഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണ്, സോ നിങ്ങൾ ഇഷ്ടമായി നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, ഈസി ആയിട്ട് സ്പെഷ്യൽ ടോപ്പിക്ക് കവർ ചെയ്യണം, അതുപോലെ റിവിഷൻ മെത്തേഡ് വേണം അങ്ങനെയൊക്കെയുള്ള ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സോ നമുക്ക് കൂടുതൽ വീഡിയോസ് ആയിട്ട് ഉടനെ വരാം. താങ്ക് യു.